JEE Main 2024 Phase 1, 31st January Shift 1 ചോദ്യമാണ്. Question number 6. A species having carbon with sextet of electrons and can act as an electrophile is called. So, നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി അതുപോലെ ഹൈഡ്രോ കാർബൺ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ സ്റ്റഡി ആ ഒരു ടോപ്പിക്കുകളാണ് ഈ ഒരു ക്വസ്റ്റനിൽ കൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. കാർബൺ ഫ്രീ റാഡിക്കൽ, കാർബാനിയോൺ, കാർബോകാറ്റോൺ, പെൻറ്റാവലൻ കാർബൺ, ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. സോ കാർബണിൻ്റെ വാലൻസി എപ്പോഴും 4 ഉള്ളൂ, 5 ഇല്ല. സോ പെൻറ്റാവലൻ്റ് കാർബൺ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്തായാലും ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യാം. കാർബൺ ഫ്രീ റാഡിക്കൽ, കാർബാനിയോൺ, കാർബോകാറ്റോൺ. കാർബോകാറ്റോണിൻ്റെ കേസിൽ നമുക്കറിയാം കാർബൺ 3 ബോണ്ടുകളും ഒരു പോസിറ്റീവ് ചാർജും ഉണ്ടാവുക. അപ്പോൾ കാർബണിൻ്റെ വലൻസ് ഷെല്ല് മൊത്തത്തോടെ ഇപ്പോൾ 6 ഇലക്ട്രോൺ ഉണ്ടാവും. 6 ഇലക്ട്രോണും ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം കാർബണിൻ്റെ വലൻസ് ഷെല്ല് ആകെ 6 ഇലക്ട്രോണേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എൻ ഇലക്ട്രോഫൈൽ. നമുക്കറിയാം കാർബണിന് ഇപ്പോൾ 6 ഇലക്ട്രോണേ വലൻസ് ഷെല്ലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ കിട്ടാൻ ഈ കാർബോകാറ്റോണിന് താല്പര്യം ഉണ്ടാവും. സോ ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സീക്ക് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ് കാർബോകാറ്റോൺ എന്ന് പറയുന്നത്. സോ കാർബോകാറ്റോണിന് വലൻസ് ഷെല്ല് ആകെ 6 ഇലക്ട്രോണേ ഉള്ളൂ താനും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 ആണ്, കാർബോകാറ്റയോൺ. ഇനി കാർബാനിയോണിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും വലൻസ് ഷെല്ല് 8 ഇലക്ട്രോൺ തന്നെ ഉണ്ടാവും. കാർബൺ ഫ്രീ റാഡിക്കലിൻ്റെ കേസിൽ 7 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ, ഒരു ഓഡ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ കാർബോകാറ്റയോണിൻ്റെ കേസിൽ നമുക്ക് 6 ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും.